ചേട്ടൻ എന്നെ 7 വർഷമായിട്ട് അറിയില്ലോ, ചേട്ടൻ എന്നെ വിശ്വാസമാണോ? നാളെ പിടിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്ത നമ്പർ എവിടത്തേക്കും കിട്ടുകയാണെങ്കിൽ ഞാൻ ചേട്ടൻ തുറപ്പ് പറയാണ്, എന്റെ നമ്പറല്ല എന്റെ നമ്പർ, അവൻ ഈ പിയാന്ന് നമ്പറല്ല ഞാൻ എഴുതി കൊടുത്തത്, എന്റെ നമ്പർ. ഞാൻ പറഞ്ഞു എന്റെ ചേച്ചി അവൾ ഫോൺ എടുക്കുന്നതും പിന്നെ അവളോട് സംസാരിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാം അറിയാം എന്റെ കാര്യങ്ങള്. എന്റെ പൊണ്ണ് ചേട്ടാ എന്റെ നമ്പറാണ് കൊടുത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഐലൈനർ ഇട്ട് എഴുതിയാണ് കൊടുത്തത്. ഞാൻ ഇത് എന്റെ റൂമിൽ എന്റെ ബെഡിൽ ഇരുന്ന് അവൾ ഉണ്ട്. ആ ഒന്നെങ്കിൽ അവളുടെ കബോർഡിൽ കാണും. അത് അവൾ കള്ളം പറയണേന്ന് അവള് ഈ നമ്പറിൽ ഇതുപോലെ വേസ്റ്റ് ഇട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ വെറുതെ പറയുന്നതാണ്. എന്നിട്ട് അവൾ വേറെ കളോട് പറഞ്ഞു ഇത് പുറത്തിറങ്ങുമ്പോ അക്ബറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ. ഞാൻ അങ്ങനെ പറയൂ, ഞാൻ അങ്ങനെ പറയൂ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞറിയുമോ, ഇവിടെ എന്റെ നിങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യണ്ട എന്തെങ്കിലും പറയണ്ട. കാരണം അന്ന് അക്ബറിന് വലിയ പ്രശ്നങ്ങളായിട്ട് ഇപ്പൊ എന്റെ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും പറ. ഞാൻ പറഞ്ഞു വീട്ടിലെന്തോ പറയാൻ, വീട്ടിലൊന്നും പറയാനില്ല, ഹാപ്പി ആയിട്ട് ഇരിക്കണം, കരയണമെന്നൊക്കെ അത് പറയണം, ഒന്നുമില്ല, ഞാൻ നന്നായിട്ട് നിൽക്കുന്നതൊന്നും വിഷമിക്കൊന്നും വേണ്ട, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പ്രാർത്ഥിക്കണം, പിന്നെ എല്ലാ അമ്പലങ്ങളിൽ പോയി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറഞ്ഞു. എന്തൊന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ എന്തോ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പറയണം. ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് എന്താ ഇടുന്നത് അറിയില്ല. ഈ കാര്യം അക്ബറിന് സംസാരിക്കണം, അല്ലെങ്കിൽ ഇത് എന്റെ തെറ്റിദ്ധരിക്കും ഉറപ്പായിട്ടും. ഈ വ്യക്തി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഇതൊക്കെ പറയണം ചേട്ടാ, ഇപ്പൊ ചേട്ടത് പറയണം, ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന്. ഇത് മനുഷ്യ ചേട്ടാ സഹിക്കാൻ പറ്റുന്നത്. ഒരിക്കലും എന്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ എനിക്ക് കാണാൻ പാടാണ്. എന്റെ നമ്പർ എനിക്ക് 3 നമ്പറുണ്ട്. ആ 3 നമ്പറിൽ ഒരൊറ്റ നമ്പറാണ് എനിക്ക് കാണാൻ അറിയാവുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നാൽ എനിക്കിവിടെ നിൽക്കണ്ട. എന്റെ അമ്മ സത്യം, എന്റെ ദൈവം എന്ന് പറഞ്ഞ എല്ലാ ദൈവങ്ങളും ഞാൻ അങ്ങനെ ഔട്ടായി പോട്ടെ. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്ത്